നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂഞ്ചിലാണ്. ഞങ്ങളുടെ പ്രതിനിധിയുള്ളത്. പൂഞ്ചിൽ ഷെല്ലാക്രമണത്തിന് പിന്നാലെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷെല്ലാക്രമണത്തിന്റെ നേർചിത്രങ്ങളുമായി റിപ്പോർട്ട് വാർത്താ സംഘമുണ്ട്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. നോബൽ മാരിക്കാരൻ, ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ്? പൂഞ്ച്, രജൌരി, ഉറി, ബാരാമുള്ള, കുപ്വാര തുടങ്ങിയ മേഖലകളിലൊക്കെ ഇന്നലെ തുടർച്ചയായിട്ടുള്ള ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണ് പൂഞ്ചിലെ അവസ്ഥ? അരുൺ, ജമ്മു മേഖലയിൽ ശക്തമായ ആക്രമണമാണ് ഇന്നലെ രാത്രി പാകിസ്ഥാൻ നടത്തിയത് എന്ന് വേണം പറയാൻ. പൂഞ്ച്, അതോടൊപ്പം രജൌരിക്ക് അടുത്ത് ഉറി തുടങ്ങി പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ ജമ്മുവിന് അടുത്തുള്ള മറ്റു പ്രദേശങ്ങളിലൊക്കെ ശക്തമായ ആക്രമണം ഉണ്ടായിരുന്നു. പ്രധാനമായും ഷെല്ലാക്രമണമാണ് ഇന്നലെ രാത്രി പാകിസ്ഥാൻ അഴിച്ചുവിട്ടത് എന്ന് വേണം പറയാൻ. നമ്മൾ ഉള്ളത് പൂഞ്ചിനടുത്ത് ഇർപിണ്ടി എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ നിന്ന് ഏറെക്കുറെ 1/2 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ പാകിസ്ഥാനാണ്, പാകിസ്ഥാൻ ബോർഡറാണ്, LOC ആണ് നമുക്ക് ഈ മലമുകളിൽ കാണാൻ കഴിയുന്നത്. ഈ മലമുകളിന് അപ്പുറം നിന്നുകൊണ്ടാണ് പാകിസ്ഥാൻ കനത്ത ഷെല്ലാക്രമണം ഇന്ത്യയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഒരു വീടിന് മുകളിലാണ്. ഇത്തരത്തിൽ ഈ LOCക്ക് അപ്പുറം നിന്ന് രാത്രി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രകോപനം കഴിഞ്ഞ രാത്രിയും ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. ഇർപിണ്ടി എന്ന ഈ ഗ്രാമത്തിൽ നിലവിൽ ആളുകളൊന്നും താമസമില്ല. അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നിന്ന് താമസം മാറിപ്പോയിരുന്നു. സാഹചര്യം മോശമായതുകൊണ്ട് പ്രത്യേകിച്ച് പൂഞ്ചിലെ ആക്രമണം ഒരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് പ്രദേശവാസികൾ സ്വയം ഇവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ടായി. നമ്മളിപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു വീടിന്റെ മുകളിലാണ്. ഈ വീടിന്റെ മുകളിൽ ഇന്നലെ രാത്രി മാത്രം ഏറെക്കുറെ 10-ലധികം ഷെല്ലുകൾ വന്ന് പതിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഓരോ ഷെല്ലുകളും വീണ പാടുകളാണ്. വീടിന്റെ മേൽക്കൂരയാണ് ഈ കാണുന്നത്. ഈ മേൽക്കൂരയിൽ ഓരോ ഇടത്തും ഇത്തരത്തിൽ നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയാവുന്ന രീതിയിൽ 10-ലധികം വരുന്ന ഷെല്ലുകൾ ഇവിടെ വിവിധ ഇടങ്ങളിലായി വീണ് വലിയ നാശനഷ്ടം ഈ വീടിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഷെല്ല് വീണതിന്റെ മുകൾ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. വീടിന്റെ അകത്ത് ദൃശ്യങ്ങൾ മറിച്ചാണ്. അകത്ത് ഈ ഷെല്ല് വീണ് ഇതിന്റെ ആഘാതം കൊണ്ട് താഴത്തേക്കുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും അകത്ത് അടർന്നു വീണ് കിടപ്പുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എത്ര ഷെല്ലുകൾ പതിച്ചിട്ടുണ്ട് എന്ന്. ഇത്തരത്തിൽ ചെറുതും വലുതുമായ നിരവധി നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ നിരവധി കുഴികൾ ഇത്തരത്തിൽ ഷെല്ല് പതിക്കുമ്പോൾ ഉള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റ് മണ്ണിലേക്കൊക്കെ നോക്കിയാൽ പോലും, ഭൂമിയിലാണെങ്കിൽ പോലും ഷെല്ലുകൾ പതിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും ഷെല്ല് പതിച്ചിട്ട് ഈ വീണ്ടും ഒരു സെൻസൈഡിന്റെ ഭാഗമാണ് ഇത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മണ്ണിലേക്ക്, ഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും വിവിധ ഇടങ്ങളിൽ ഷെല്ല് പതിച്ച നിരവധി പാടുകൾ നമുക്ക് കാണാൻ കഴിയും. വലിയ ആക്രമണം, ഷെല്ലാക്രമണം വലിയ രൂക്ഷമായ രീതിയിലാണ് ഇവിടെ ഉണ്ടായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ വീട്ടിലെ ആളുകളൊക്കെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മാറിയത് കൊണ്ട് മറ്റു പ്രതിസന്ധികളൊന്നും ഉണ്ടായില്ല. വീടിനോടൊപ്പം ചേർന്ന് മറ്റൊരു ചെറിയ വീട് പോലെ ഒരു സംവിധാനമാണ് ഈ കാണുന്നത്. അവിടെയുമൊക്കെ വലിയ തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ട് ചില്ലുകൾ തകർന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ആക്രമണം ഈ വീടിന്റെ മേൽക്കൂരയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ വീട് താഴത്തേക്ക് ഇറങ്ങിയാലും സമാനമായ സാഹചര്യമാണ് ഉള്ളത്. എന്താണെങ്കിലും വലിയ ഏറ്റുമുട്ടൽ, വലിയ തരത്തിലുള്ള ആക്രമണമാണ് നോബൽ മാരിക്കാരനാണ് ഇപ്പോൾ പൂഞ്ചിലുള്ളത്. നാഷണൽ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നന്ദു പേരാമ്പ്ര ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് പകർത്തുന്ന ദൃശ്യങ്ങളാണ്. ഒപ്പം നോബൽ മാരിക്കാരനുണ്ട്. ഇന്നലെ രാത്രിയിൽ ഈ വീടിന്റെ ടെറസിലാണ് പാകിസ്ഥാനിലെ ഷെല്ലുകൾ പതിച്ചത്. 10 ചിത്രങ്ങളാണ് ഇപ്പോൾ നന്ദു പേരാമ്പ്ര പകർത്തിയിരിക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഈ പ്രദേശത്ത്. പക്ഷെ അവിടെ ഇപ്പോഴും ചില ആളുകളുണ്ട് അല്ലേ നോബൽ മാരിക്കാരൻ? തീർച്ചയായും അരുൺ, രാവിലെ, അതായത് ഇന്നലെ രാത്രി വലിയ ഷെല്ലാക്രമണം ഉണ്ടായി എന്നറിഞ്ഞ് രാവിലെ എന്താണ് തങ്ങളുടെ വീടിന്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടി എത്തിയിരിക്കുന്ന വീട്ടുടമസ്ഥരും ബാക്കി പരിസരവാസികളുമാണ്. ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട വീടുകൾക്കൊക്കെ ഇതാണ് അവസ്ഥ. നമുക്കിപ്പോൾ വീടിന്റെ താഴത്ത്, നമ്മൾ ഇത്ര നേരം വീടിന്റെ മുകൾ ഭാഗമാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട് താഴത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ താഴെയുള്ള കാഴ്ചകൾ, അതായത് ഈ ഷെല്ല് മുകളിൽ പതിച്ചിട്ട് വലിയ തരത്തിൽ താഴത്തേക്ക് തെറിച്ച് വീണ ആ വീടിന്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ പൂർണ്ണമായും കഷ്ണങ്ങളൊക്കെ, നമുക്ക് ഷെല്ലിന്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. ഇതൊക്കെ ഷെല്ലിന്റെ കഷ്ണങ്ങളാണ്. ഇത്തരത്തിൽ ഷെല്ലിന്റെ കഷ്ണങ്ങളൊക്കെ നിരവധി ഇവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ ഷെല്ലിന്റെ കഷ്ണങ്ങളാണ്. ഇത്തരത്തിൽ നിരവധി ഷെല്ലിന്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇവിടെ വിവിധ ഇടങ്ങളായി തെറിച്ച് കിടക്കുന്ന കാണാൻ കഴിയും. വലിയ ആഘാതമാണ് ഉണ്ടായത് എന്നത് യാഥാർത്ഥ്യമാണ്. വീടിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഷെല്ല് പതിച്ച ഇടങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ആ ഭാഗം നമ്മൾ മുകളിൽ നിന്ന് കണ്ടത് ഷെല്ല് പതിച്ച ഭാഗമാണ്. അതിന്റെ പുറത്തെ എത്രത്തോളം ആഘാതം വീടിന് അകത്തുണ്ടാക്കിയെന്ന് കാണാൻ കഴിയും. ഇവിടെ നിന്നൊക്കെ ഏറെക്കുറെ അവശിഷ്ടങ്ങളൊക്കെ പൂർണ്ണമായും തെറിച്ച് താഴത്തേക്ക് വീണിട്ടുണ്ട്. അത്തരത്തിൽ ആ താഴെയൊക്കെ നമുക്ക് ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണെടുക്കുന്നത് കാണാൻ കഴിയും.
ഇത്തരത്തിൽ വലിയ അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ഈ വീട്ടിൽ. പ്രത്യേകിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടുകാർ ഇവിടെ നിന്ന് മാറിയത് കൊണ്ട് മാത്രമാണ് വലിയ ആഘാതം ഒഴിവായത് ഇവർക്ക്. പക്ഷേ എങ്കിൽ പോലും വീടിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് എപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയുമെന്നറിയില്ല. അത്തരത്തിൽ വലിയ പ്രതിസന്ധികളുണ്ട്. നമുക്ക് താഴെ അതിന്റെ ചില്ലുകൾ, പ്രത്യേകിച്ച് ഈ വീടിന്റെ കോൺക്രീറ്റിന്റെ ഭാഗങ്ങളാണ്, മുകളിൽ ഷെല്ലടിച്ചിട്ട് ആ ആഘാതം മൂലം താഴത്തേക്ക് ഷെല്ലിന്റെ ഇത് വരികയും അതോടൊപ്പം തന്നെ വീടിന്റെ കോൺക്രീറ്റുകൾ തകരുകയും ചെയ്യുന്നതിന്റെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഷെല്ലിന്റെ മുകളിൽ പതിച്ചതിന്റെ അതിന്റെ ആഘാതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തരത്തിൽ പ്രത്യേകിച്ച് ഈ വാർക്കയുടെ ഭാഗങ്ങളൊക്കെ അടർന്ന് താഴത്തേക്ക് വീണിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. എന്താണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇവിടെ ഉണ്ട്. ഇവിടെ മാത്രമേ നമുക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഗ്രഹനാഥനെ കാണാൻ കഴിയും. കപൂവായെ क्या कहना नमस्कार जी। ये आज रात को हुआ शाम के टाइम में। ये तो पहले से घर छोड़ के गए हुए थे। हमें सरकार ने ये आदेश दिया था कि अपने या बंकरों में घुस जाओ या कहीं ऐसी सेफ जगह पे चले जाओ जहां जान बच सके। तो शाम को शुरू हुआ, ये सुबह 4:30 बजे तक शेलिंग होती रही। और इस किस्म के शेल आज तक हम तो मतलब बहुत जगह हमने देखी हैं। 65 की देखी है, 71 की देखी है और 47 की देखी है, लेकिन ऐसे शेल कभी नहीं गिरे। ये तो इन्होंने मंजाकोट भी पार कर दिया। तो इस इलाके की तो बिल्कुल ही बुरी हालत कर दी। तो हम ये नहीं चाहते, हम दोनों मुल्क की सरकार से यही अपील करते हैं कि ये किसी भी समस्या का जंग कोई हल नहीं है। बॉर्डरों के लोग हम बहुत पहले भी हम मारे हुए हैं बॉर्डरों के, और आज भी हम अगर इसी हालत रहेगी तो फिर हमारा क्या बचेगा पीछे। वो लोग अपने मर्जी से इधर से गए आप, क्योंकि पता है नहीं, अटैक तो होता ही है, ये बॉर्डरों पे पता चल जाता है। लोग तो अपनी मर्जी से निकले हैं और एडमिनिस्ट्रेशन भी ये पहले से उन्होंने एडमिनिस्ट्रेशन ने गाड़ियां भेजी थी कि अगर कोई शिफ्ट होना चाहता है, उन्होंने अकोमोडेशन का भी बंदोबस्त किया है। लेकिन उधर लोग अपने अपने रिश्तेदारी में चले गए इधर उधर, तो फिर भी जो घरों में थे वो बंकरों में छुप गए या कहीं किसी पहाड़ी का सहारा ले लिया। तो ऐसे करके घरों में लोग बहुत कम थे और काफी लोगों के मकानों को भी नुकसान हुआ। इससे नीचे भी 4 किलोमीटर नीचे भी लोगों के मकानों को काफी नुकसान हुआ और गाड़ियां भी पार किया। इससे 4 किलोमीटर नीचे लोगों के घरों को नुकसान हुआ और गाड़ियां भी नुकसान हुई काफी सारी।